ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താണ് സ്പ്രെഡ് എന്ന് വളരെ ഈസിയിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ബ്രോക്കർ അക്കൗണ്ട് ഓപ്പണിങ്, എന്താണ് ഫോറക്സ് മാർക്കറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം, പിപ്പ്, ലോട്ട് സൈസ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്കെല്ലാം പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്താണ് സ്പ്രെഡ് എന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. കഴിഞ്ഞ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു പ്ലേലിസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് സ്പ്രെഡ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കറുടെ കമ്മീഷനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നുണ്ടാകുക. രണ്ട് ടൈപ്പായിട്ടാണ് നമുക്ക് ബ്രോക്കറുടെ കമ്മീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. നോർമലി പെർ ലോട്ട് ബേസ് ചെയ്തിട്ട്, എന്താണ് ലോട്ട്, ക്വാണ്ടിറ്റി ആണ് ലോട്ട് എന്ന് പറയുന്നുണ്ടാകുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ലോട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് ഫിക്സ്ഡ് ആയിട്ട് $5 എല്ലാം നിനക്ക് $7 അല്ലെങ്കിൽ $3 ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള കമ്മീഷൻസ് ഉണ്ടാവും. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫിക്സ്ഡ് ആയിട്ട് കമ്മീഷൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ബിഡ് ആൻഡ് ആസ്ക് പ്രൈസിൻ്റെ ഡിഫറൻസിന് അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ ചാർട്ടിലേക്ക് പോയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പ്രെഡ് ബേസ് ചെയ്തിട്ടായിരിക്കും ചില ബ്രോക്കറിൽ നമുക്ക് കമ്മീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. അപ്പോൾ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവൽസിൽ തന്നെ ബൈ എടുക്കാനോ അതേപോലെ തന്നെ സെല്ല് ചെയ്യാനോ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ടാർഗറ്റ് എത്തിയിട്ട് നമ്മുടെ പൊസിഷൻസ് എക്സിറ്റായി മാറുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രെഡ് കൊണ്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ് സ്പ്രെഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഞാൻ യൂറോ USDയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പ്രെഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബിഡ് ഉണ്ട്, ആസ്ക് ഉണ്ട്. എന്താണ് ബിഡ്, ആസ്ക്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് പ്രൈസ് ആണ്, ആസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം 99 രൂപയ്ക്ക് ഒരാൾ സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 101 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അതായത് ആ ഒരു റേഞ്ച് ഉണ്ടാവില്ല. ബയറും സെല്ലറും തമ്മിലുള്ള ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ബിഡിലും ആസ്കിലും കാണിച്ചിരുന്നുണ്ടാവും. ഇവിടെ ബയർ ഒരു പ്രൈസ് പറയുന്നുണ്ടാവും, സെല്ലർ ഒരു പ്രൈസ് പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബയറും സെല്ലറും തമ്മിൽ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നുണ്ടാവുക. പ്രൈസ് അറ്റ് വിച്ച് ബയേഴ്സ് ആർ വില്ലിംഗ് ടു ബൈയും പ്രൈസ് അറ്റ് വിച്ച് സെല്ലേഴ്സ് ആർ വില്ലിംഗ് ടു സെല്ലും. ഓക്കെ, അത് ബിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയേഴ്സിൻ്റെ പ്രൈസ്, സെല്ലറിൻ്റെ പ്രൈസാണ് ആസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിൻ്റെ ഗ്യാപ്പ്, ഇതിൻ്റെ നടുക്കുള്ള ഒരു പ്രൈസിൻ്റെ ഗ്യാപ്പിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നുണ്ടാകുക. ഡിഫറൻസ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസസ്, അതാണ് സ്പ്രെഡ് ഉണ്ടാകുക. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 1.13281, 1.13287. അപ്പോൾ ഈ ഒരു 8ന് ശേഷം നോക്കുക 17, അതായത് ആ ഒരു 0.00006, ആ ഒരു 6 പിപ്പറ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെയാണ് നമുക്ക് ആ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് ആയിരിക്കും ബ്രോക്കറുടെ കമ്മീഷനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അപ്പോൾ നമുക്ക് ആ ഒരു ബിഡിൻ്റെയും ആസ്കിൻ്റെയും ആ ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൈയും പ്രൈസിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ സ്പ്രെഡ് ആഡ് ചെയ്ത് പ്ലസ് ചെയ്തിട്ട് കൂട്ടാൻ വേണ്ടി നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അത് കുറച്ച് വെക്കാനും നോക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ചാർട്ടിലേക്ക് പോയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇവിടെ ഞാൻ ചാർട്ട് വരക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ബൈ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ബൈയിങ് പ്രൈസ് എന്ന് വിചാരിക്കാം. ഈ ഒരു ബിഡ് പ്രൈസിൻ്റെ 1.13281. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രെഡ് ആയിട്ടുള്ളത് സിമിലർ, ഈ ഒരു സ്പ്രെഡ് 0.0006, അതായത് 6 പിപ്പറ്റാണ് നമുക്ക് സ്പ്രെഡ് ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബൈയിങ് പ്രൈസ് നമ്മൾ ലിമിറ്റ് പ്രൈസ് ആണ് നമ്മളിവിടെ ബൈയിങ്ങിൽ ഇടുന്നുണ്ട് എങ്കിൽ ഈ ഒരു പ്രൈസിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു സ്പ്രെഡും കൂടി പ്ലസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏതാണ് ആ ഒരു പ്രൈസ് ഉണ്ടാകുക? അപ്പോൾ 1.13287. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു 6 പിപ്പറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ പ്രൈസ് വന്ന് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു ബൈയിങ് പ്രൈസിൽ നിന്ന് റിവേഴ്സിൽ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ എൻട്രി മിസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സ്പ്രെഡും കൂടി പ്ലസ് ചെയ്ത് എൻട്രീസിൽ ഇടുന്നുണ്ടാകുക.
വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പിപ്പ് ആഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒരു 0.5 പിപ്പ് ആഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി മിസ്സാകുന്നുണ്ടാവില്ല. എൻട്രിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്തു, ഇവിടെയാണ് ഞാൻ SL വെക്കുന്നത് വിചാരിക്കാം. വെക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൈസ് പോയിന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് താഴോട്ടായിട്ട് വേണം നമ്മൾ ആ ഒരു സ്പ്രെഡ് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ 1.1324 ആണ് നമ്മുടെ എക്സാമ്പിൾ എടുത്തതാണ്. ഓക്കെ, എക്സാമ്പിൾ എടുത്തതാണ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 84ൻ്റെ കറക്റ്റ് വെക്കലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പ്രെഡ് വന്ന് ടാപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ എത്തുന്നുണ്ടാവില്ല. ആ ഒരു പ്രൈസ് പോയിന്റ് ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ SL അടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ സ്പ്രെഡ് ഉള്ളത് കുറച്ച് താഴത്തെ പ്രൈസ് വെക്കാൻ വേണ്ടി നോക്കുക. അതായത് ഇവിടെ 84 ആണെന്നുണ്ടെങ്കിൽ ഒരു 1 പിപ്പലും താഴോട്ടേക്ക് സ്റ്റോപ്പ് ലോസ് ഇറക്കി വെക്കാൻ വേണ്ടി നോക്കുക. ക്ലിയർ ആയോ? നിങ്ങൾ കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റി മാനേജ്മെന്റ്, ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിപ്പും കൂടി, ഇപ്പം 10 പിപ്പാണ് SL വരുന്നുണ്ടെങ്കിൽ 11 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള SLകൾ നമുക്ക് സ്പ്രെഡ് കൊണ്ട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിൽ എത്രയാണ് സ്പ്രെഡ് ഉള്ളത് ആ ഒരു കറൻസി പെയറിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് മെറ്റൽസിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ 1 പിപ്പ് താഴെയിലായിട്ട് നിങ്ങൾ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ലോട്ട് സൈസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് താഴെ വെക്കുക. ഇപ്പോൾ 10 പിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 11 പിപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി നോക്കുക. ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യേണ്ടത്? ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ഇവിടെയാണ് നമ്മൾ ലിമിറ്റ് TP വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ TP കുറച്ചും കൂടി ഇറക്കി വെക്കാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പോയിന്റിൽ എത്തിയിട്ടാണ് റിവേഴ്സിൽ വരാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മുകളിലത്തെ പോയിന്റ് എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു എക്സിറ്റ് ആകുന്നുണ്ടാകുക. എങ്ങനെ? അതായത് ഇവിടെ പ്രൈസ് ആ ഒരു TP ലെവൽ ഇവിടെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഓർഡർ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു ലെവൽസിലെത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ടാവും. അതായത് ആ ഒരു സ്പ്രെഡ് കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും TPയും എൻട്രി പ്രൈസും ട്രിഗർ ആകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഓർഡറെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്പ്രെഡ് പ്ലസ് ചെയ്യുക. ഓക്കെ, SL വെക്കുന്നുണ്ടെങ്കിൽ, എൻട്രി ആണെന്നുണ്ടെങ്കിൽ, ബൈ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് സ്പ്രെഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിലോ ഒരു മൈനസ് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, താഴോട്ടേക്ക് ഇറക്കി വെക്കുക. TP ആണെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യുക? കുറച്ച് പ്രൈസ് താഴോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി നോക്കുക, മൈനസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. ചെറിയ വ്യത്യാസമേ വരുള്ളൂ, 1 പിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 2 പിപ്പിൻ്റെ ഡിഫറൻസ് വരുള്ളൂ. പക്ഷേ വലിയ ക്വാണ്ടിറ്റി സൈസ് ആകുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ലോസും കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള SL പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് ഇത് എന്താണ് സ്പ്രെഡ് എന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല, മാർക്കറ്റിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു സ്പ്രെഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു പൊസിഷൻസ് അൺവാണ്ടഡ് ആയിട്ട് ഒഴിവാകുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ അനാലിസിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പ്രെഡിനെ കുറിച്ചെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ചുരുക്കി പറയലാണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കറിൻ്റെ ഒരു കമ്മീഷൻ ടൈപ്പാണ്. ആ ഒരു ബിഡിൻ്റെയും ആസ്കിൻ്റെയും, അതായത് ബിഡ് പ്രൈസിൻ്റെയും ആസ്ക് പ്രൈസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് പ്രൈസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നുണ്ടാകുക. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്തും SL വെക്കുന്ന സമയത്തും സെല്ല് ചെയ്യുന്ന സമയത്തും TP വെക്കുന്ന സമയത്തെല്ലാം ഈ ഒരു സ്പ്രെഡ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെയായിട്ട് ഒഴിവാകുന്ന സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിടുന്ന ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.